ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ശ്രീ മഹാദേവി നമഃ. അപ്പം നമ്മൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിലെന്തൊക്കെയാണെന്ന് വർണ്ണിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ജഠരം, ദേവകൂടം എന്നീ പർവ്വതങ്ങള് 18,000 യോജന വീതം ഉയരവും വീതിയും ഉള്ളതാണ്. ജഠരം എന്ന് വയറിനെയും പറയാറുണ്ടല്ലേ. അവ മഹാമേരു പർവ്വതത്തിന്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. മഹാമേരുവിന്റെ കിഴക്കുഭാഗത്താണ് ഈ ജഠരവും ദേവകൂടവും ഉള്ളത്. ഇപ്രകാരം തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് പവമാനെന്നും പാരിയാത്രം എന്നീ 2 പർവ്വതങ്ങളും, കിഴക്ക് പടിഞ്ഞാറായി തെക്ക് ഭാഗത്ത് കൈലാസം എന്നും കരവീരം എന്നീ പർവ്വതങ്ങളും സ്ഥിതി ചെയ്യുന്നു. എന്നാലോ വടക്ക് ഭാഗത്ത് ത്രിശൃംഗം, മകരം എന്നീ പർവ്വതങ്ങളും ഉണ്ട്. മകരം എന്ന് പറഞ്ഞ ഒരു മാസമാണല്ലേ. മകരം എന്ന് പറഞ്ഞാല് മുതലേനെയും പറയാറുണ്ട് അല്ലേ. എന്നീ പർവ്വതങ്ങളും ഉണ്ട്. ഇപ്രകാരം 8 പർവ്വതങ്ങളാൽ സ്വർണമയമായ മഹാമേരു പർവ്വതം അഗ്നിയെ പോലെ 4 ഭാഗത്തും പ്രകാശം പരത്തിക്കൊണ്ട് ശോഭിക്കുകയാണ്. മേരുവിന്റെ മുകളിൽ ബ്രഹ്മദേവന്റെ സത്യലോകം സ്ഥിതി ചെയ്യുന്നു എന്നറിയുക. ആ പുരിക്ക് സമചതുരമായ 1 കോടി യോജന വിസ്താരമുണ്ട്. ആ പുരത്തിനെ ബ്രഹ്മജ്ഞന്മാർ സുവർണമയമാണെന്നാണ് പറയുന്നത്. ഇതിന്റെ ചുറ്റുമായി അഷ്ടദിക്പാലകന്മാരുടെ പുരം പരിശുദ്ധമായ തങ്കം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് സ്വർണ്ണ നിറമായി ശോഭിക്കുകയാണ്. ഓരോന്നിന്റെയും ചുറ്റളവ് 2500 യോജനയാണ്. ഇത് സത്യലോകം. സത്യലോകത്തിന്റെ അഷ്ടദിക്പാലകന്മാരുടെ അവർ താമസിക്കുന്ന സ്ഥലം. ഇന്ദ്രന്റെ പുരി കിഴക്ക് ഭാഗത്തും, അഗ്നിയുടേത് തെക്ക് കിഴക്കു ഭാഗത്തും, യമന്റേത് തെക്ക് ഭാഗത്തും, നിരതിയുടേത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും, വരുണന്റേത് പടിഞ്ഞാറ് ഭാഗത്തും, വായുവിന്റേത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും, സോമന്റേത് അതായത് ചന്ദ്രന്റേത് വടക്ക് ഭാഗത്തും, ഈശാനന്റേത് വടക്ക് കിഴക്കും. ഇപ്രകാരമാണ് അഷ്ടദിക്പാലന്മാരുടെ വാസസ്ഥാനങ്ങള്. ചില ദിക്കില് കൊടിമരത്തിന്റെ താഴെ ഉണ്ടാവും ഈ അഷ്ടദിക്പാലന്മാരെ ചെറിയ രൂപങ്ങള്. ഇന്ദ്രന്റെ പുരിയുടെ പേര് അമരാവതി, നമുക്കറിയാലോ അത്. അഗ്നിയുടേത് തേജോവതി എന്നാണ്. യമന്റെ ഗൃഹം സംയമനി, നിരുതിയുടേത് കൃഷ്ണാങ്കന എന്നറിയുക. വരുണന്റേത് ശ്രദ്ധാപതിയാണ് പേര്, അങ്ങനെയാണ് പേര്. വായുവിന്റേത് ഗന്ധവതിയുമാണ്. സോമന്റേതാണെങ്കിലോ മഹോദയ. ഈശാനന്റേത് യശോവതി. ഇപ്രകാരമാണ് അവരുടെ പുരിയുടെ പേരുകൾ. പണ്ട് വാമനമൂർത്തിയായി അവതരിച്ച ഭഗവാൻ നാഗലോകം അളക്കുവാൻ വേണ്ടി ഇടത്തെ പാദം ഉയർത്തിയപ്പോൾ ആ പാദത്തിന്റെ പെരുവിരലിന്റെ നഖം കൊണ്ട് ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ മുകൾ ഭാഗം പിളർന്നു. ആ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പ്രവഹിച്ച ജലധാര വളരെ കാലം കൊണ്ട് സ്വർഗത്തിലെത്തി. മെല്ലെ 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 പോയിട്ട് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ആ നദി പുണ്യനദിയായി. അതിന് വിഷ്ണുപതി എന്ന പേരും വന്നു. ഭഗവത് പാദസ്പർശമേറ്റ ഗംഗക്ക് ഒരുവിധ മാലിന്യവും സംഭവിക്കാറില്ല. ഒരു മാലിന്യവും ഗംഗക്ക് ബാധിക്കൂല. കാരണം ഭഗവാന്റെ പാദത്തിൽ നിന്ന് വന്നതാണല്ലോ. അതിന്റെ പരിശുദ്ധി അത്രമാത്രം ഉണ്ട്. ഗംഗ സ്വർഗത്തിന്റെ മൂർധാവിൽ വന്നെത്തി നിന്ന സ്ഥാനം വിഷ്ണുപദം എന്ന പേരിൽ 3 ലോകത്തിലും പ്രസിദ്ധിയാർജിച്ചു. ബ്രഹ്മാണ്ഡ കടാഹത്തിൽ നിന്ന് ഗംഗ ആദ്യം പതിച്ചത് ധ്രുവമണ്ഡലത്തിലാണ്. അവിടെ ഭഗവാന്റെ പരമഭക്തനായ ധ്രുവൻ ഇതെന്റെ പരദേവതയായ ഭഗവാൻ തൃക്കാൽധാരന്റെ പരാഗമാണെന്ന് ചിന്തിച്ച് ധ്രുവമണ്ഡലത്തിൽ വാണു. പിന്നീടോ ധ്രുവമണ്ഡലത്തിൽ നിന്ന് ഗംഗ എന്ത് ചെയ്തു? സപ്തർഷി മണ്ഡലത്തിലെത്തി. അവിടുന്ന് ഗംഗയുടെ മാഹാത്മ്യം അറിയുന്ന സപ്തർഷികള് ഞങ്ങളുടെ തപസ്സിന്റെ ഫലമല്ലേ ആണിത് എന്ന നിർവൃതിയോടെ ഭഗവാന്റെ പാദതീർത്ഥമായ ഗംഗയെ അവർ ശിരസിൽ ധരിക്കുന്നു. ആര്? മഹർഷിമാര്, സപ്തർഷികള്. സപ്തർഷി മണ്ഡലത്തിൽ നിന്ന് അനേക കോടി വിമാന സമൂഹങ്ങളോടുകൂടിയ ദേവലോകത്തെ നനച്ച ശേഷം ചന്ദ്രമണ്ഡലത്തിലേക്ക് ഇറങ്ങി ഗംഗ. മേരുപർവ്വതത്തിന്റെ മുകളിലുള്ള ബ്രഹ്മപുരിയിലെത്തി. അവിടെ വെച്ച് 4 പിരിഞ്ഞു. 4 പിരിഞ്ഞിട്ട് എന്താ പേരുകള്? സീത, അളകനന്ദ, ചക്ഷുസ്, ഭദ്ര എന്ന പേരിൽ സമുദ്രത്തിൽ ചെന്ന് ചേരുകയാണ് ഈ ഗംഗ. ഗംഗക്ക് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടായത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഭഗവാന്റെ പാദതീർത്ഥം ആയതുകൊണ്ട് തന്നെയാണ്. പ്രകാരം തന്നെ മാല്യവാൻ എന്ന പർവ്വതത്തിന്റെ
കൊടുമുടിയിൽ നിന്ന് താഴെ വീഴുന്നതും ശക്തിയായ ഒഴുക്കോട് കൂടിയതുമായ ചക്ഷുസ് എന്ന നദി കേതുമാല വർഷത്തിലൂടെ പടിഞ്ഞാറോട്ടൊഴുകി സമുദ്രത്തിൽ ചെന്ന് ചേർന്നു. എല്ലാ നദികളും സമുദ്രത്തിൽ തന്നെയാണല്ലോ ചേരാറ് പതിവ്. അളകനന്ദ എന്ന നദി ബ്രഹ്മപുരിയിൽ നിന്നൊഴുകി അനേകം പർവ്വത ശിഖരങ്ങൾ പിന്നിട്ട് ഹേമകൂടം എന്ന പർവ്വതത്തിൽ എത്തിച്ചേരുന്നു. ഭദ്ര എന്ന നദി മേരുപർവ്വതത്തിന്റെ വടക്കോട്ടൊഴുകി കുമുദം, നീലം, ശ്വേതം തുടങ്ങിയ പർവ്വതങ്ങളുടെ മുകളിൽ പതിക്കുകയും അവിടെ നിന്ന് ശൃംഗവാൻ എന്ന പർവ്വതത്തിന്റെ കൊടുമുടിയിലൂടെ താഴോട്ടൊഴുകി കുരുവർഷത്തെ നനച്ചുകൊണ്ട് സമുദ്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അളകനന്ദ ഭാരതഭൂമിയിലൂടെ ഒഴുകി 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 തെക്കേ സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അല്ലയോ നാരദ, മഹാമേരു മുതലായ പർവ്വതങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നദികളും നാദങ്ങളും അനവധിയുണ്ട്. ജംബുദ്വീപിലെ 9 വർഷങ്ങളിൽ ഭാരതം മാത്രമാണ് കർമ്മഭൂമി. മറ്റ്8 വർഷങ്ങളും സ്വർഗത്തിലെ ബാക്കി പുണ്യം അനുഭവിക്കാനുള്ളതാണ്. ഈ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്നവർക്ക് 10,000 കൊല്ലത്തെ ആയുസ്സുണ്ട്. അവർ ദേവതുല്യരും 10,000 ആനകളുടെ ശക്തിയോടുകൂടിയവരും നിത്യയൗവനമുള്ളവരുമായിരിക്കും. ജരാനര ബാധിക്കൂല അവർക്ക്. ആയുസ് അവസാനിക്കാൻ 1 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ അവരുടെ ഭാര്യമാർ ഒരു പുത്രനെ വീതം പ്രസവിക്കും. ആ കാലാണ് ത്രേതായുഗത്തിന് സമം. അങ്ങനെ അതുവരെ പ്രസവിക്കൂല. ഈ 8 ഖണ്ഡങ്ങളിലും ദേവശ്രേഷ്ഠന്മാർ ജംബുവാദീനി, ധാരേശ്വരി, മീനാക്ഷി തുടങ്ങിയ ദേവിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ദേവിയെ പൂജിച്ചും ആരാധിച്ചും ആ താഴ്വരകളിൽ എല്ലാ ഋതുക്കളിലും പൂക്കളും കായകളും തളിരുകളും സകല ഗുണങ്ങളോടും കൂടി വർത്തിക്കുന്നു. കാട്ടിലെ താഴ്വരകളും വാസസ്ഥാനങ്ങളും മനോരഞ്ജകങ്ങളാണ്. സരസ്സുകളുടെ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ സുഗന്ധത്താൽ രാജഹംസങ്ങൾ സന്തോഷത്തോടുകൂടി സരസിൽ വിഹരിക്കുന്നു. ചക്രവാക പക്ഷികളും വണ്ടുകളും കുളക്കോഴികളും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടെ. സരസ്സുകളിറങ്ങി ജലക്രീഡ ചെയ്യുന്ന സുന്ദരിമാരുടെ കടാക്ഷ വീക്ഷണങ്ങളാൽ ഭ്രമിച്ച് ദേവന്മാർ സുഖികളായി വർത്തിക്കുന്നു. അവർക്ക് ഈ പെൺകുട്ടികളെ കടക്കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം കിട്ടിയാൽ തന്നെ മതി. ഈ 9 വർഷങ്ങളിലും ഭഗവാൻ ശ്രീനാരായണൻ ഓരോ മൂർത്തിഭേദങ്ങൾ സ്വീകരിച്ച് അതതിൻ്റെ വ്യൂഹങ്ങളോടെ അതാതിലെ നിവാസികളെ തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. ഇളാവൃതത്തിൽ പരമശിവൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ കേട്ടോ. അവിടെ മറ്റ് പുരുഷന്മാർ വന്നാൽ സ്ത്രീകളാകും എന്നൊരു ശാപമുണ്ട്. പാർവതീദേവിയാലും ദേവിയുടെ സുന്ദരിമാരായ സഖികളാലും ചേർന്ന് സേവിക്കപ്പെടുന്ന പരമശിവൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ അംശാവതാരമായ താമസീശക്തിയായ സംഘർഷണമൂർത്തിയാണ് അവിടെ ആരാധിക്കുന്നത്. മഹാപുരുഷനും സകല ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനും അപ്രമേയനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ഭക്തന്മാർക്ക് സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും ഐശ്വര്യാദി അഷ്ടഗുണങ്ങൾക്ക് ഇരിപ്പിടമായുള്ളവനും സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്നവനും അതുപോലെ ഭജിക്കാത്തവർക്ക് ഭവത്തെ കൊടുക്കുന്നവനും ഭജിക്കുന്നവർക്ക് മുക്തിയെ കൊടുക്കുന്നവനും ആയ അങ്ങയെ ഞങ്ങളെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. മര്യാദ നിലനിർത്താൻ മായയെ സ്വീകരിക്കുന്നുവെങ്കിലും അമായനായ ഭഗവാനെ മായ ഒട്ടും ബാധിക്കൂല. മായ ബാധിച്ചവരുടെ മനസ്സിൽ അങ്ങ് ലഹരി പൂണ്ടവനും ചുവന്ന കണ്ണുകളോട് കൂടിയവനുമാകുന്നു. അങ്ങയെ കണ്ട് നാഗകന്യകമാർ ലജ്ജ കൊണ്ട് വികാര വിവശകളാകുന്നു. ആ സുന്ദരിമാരാണെങ്കിലോ തങ്ങളുടെ ഇംഗിതം ഭഗവാന് മനസ്സിലാക്കുമോ എന്ന് ഭയന്ന് അങ്ങയുടെ പാദഭജനം ചെയ്യാൻ കൂടി അശക്തകളായി അങ്ങയുടെ 1000 ശിരസ്സുകളിൽ ഒന്നിൽ കടുകുമണി പോലെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുണ്ടല്ലോ, ആ ഭൂമണ്ഡലത്തെ അങ്ങ് അറിയുന്നത് പോലുമില്ല. അത്ര അനായാസമായാണ് അങ്ങ് ഭൂമണ്ഡലത്തെ വഹിക്കുന്നത്. അങ്ങയുടെ മഹത്വ ഗുണങ്ങളിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. മഹത്തത്വത്തിൽ നിന്ന് ബ്രഹ്മാവിൽ നിന്ന് ഞാനുണ്ടായി. ത്രിഗുണങ്ങളെ കൊണ്ട് ദേവന്മാരെയും ആകാശാദി പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നു. ഭഗവാനോട് പറയുന്നു, ഭഗവാനെ സ്തുതിക്കുന്നു. മഹാത്മാവായ അങ്ങയുടെ ക്രിയാശക്തി സ്വരൂപമായ സൂത്രാത്മാവിനാൽ ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷികളെ ചരട് കെട്ടി പറപ്പിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങയ്ക്ക് അധീനരാണ് ഭഗവാനെ. ത്രിഗുണങ്ങൾ നിമിത്തമുള്ള സൃഷ്ടിയാൽ മോഹിപ്പിച്ചിരിക്കുന്ന ജനങ്ങൾ മായാകാര്യങ്ങളായ മനസ്സ്, ഇന്ദ്രിയം, ശരീരം എന്നിവയെ താനെന്ന് അഭിമാനിച്ചുകൊണ്ട് കഴിയുന്നു. മായയെ മറികടക്കാനുള്ള ഉപായം അവർക്ക് അറിയുന്നതുമില്ല.
ലോകത്തിന്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും ലയത്തിനും കാരണഭൂതനായ അങ്ങേക്ക് നമസ്കാരം ഭഗവാനെ. ഇളാവൃതത്തിന് കിഴക്കുഭാഗത്ത് ഭദ്രാശവർഷം എന്നും അവിടെ ധർമ്മന്റെ പുത്രനായ ഭദ്രസ്രവസും അദ്ദേഹത്തിന്റെ കുലത്തിലെ ശ്രേഷ്ഠന്മാരായ സേവകന്മാരോടുകൂടി ഭഗവാൻ വാസുദേവന്റെ ഹയഗ്രീവ സ്വരൂപത്തെയാണ് ധ്യാനിക്കുന്നത്. എന്നിട്ട് അവിടെ മന്ത്രം ജപിക്കുന്ന മന്ത്രം എന്താണെന്ന് വെച്ചാല്, മന്ത്രം കൂപ്പുന്നേന് ആത്മശുദ്ധിക്കായി ധർമ്മനാം ഭഗവാനെ, ഇങ്ങനെയാണ് മന്ത്രം. ഭദ്രശ്രോസുകൾ സ്തുതിക്കുന്നു. ഭഗവാന്റെ മായാവിലാസം ആശ്ചര്യം തന്നെ. അനുനിമിഷം ജീവിതത്തെ അപഹരിക്കുന്ന മൃത്യുവിനെ കണ്ടിട്ടും ജനങ്ങൾ നശ്വരമായ വിഷയങ്ങളുടെ കൂടെ പോകുകയല്ലേ. മരിച്ച പുത്രനെ പിതാവും അച്ഛനെ മകനും ദഹിപ്പിച്ച ശേഷം മൃത്യു തൻ്റെ കൂടെയുണ്ടെന്ന് ഓർമ്മിക്കാതെ ഭൗതിക സുഖങ്ങളിൽ ആസക്തിയോടെ കഴിയുന്നു. അതാണ് ഏറ്റവും രസകരമായ അവസ്ഥ. പ്രപഞ്ച വസ്തുക്കളെല്ലാം നശിക്കുന്നവയാണെന്ന് വിദ്വാൻമാരും ജ്ഞാനികളുമായ പണ്ഡിതന്മാർ പറയുന്നു. അവര് മായയിൽ മോഹിച്ച് ലൗകിക വിഷയങ്ങളെ സമ്പാദിക്കാൻ പരക്കം പായുകയാണ്. ആശ്ചര്യം തന്നെ. നീ തന്നെ കാര്യവും കാരണവും സമസ്ത ജീവികളുടെയും ആത്മാവും അങ്ങ് തന്നെയാണ്. ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്നും ഹയഗ്രീവൻ എന്ന അസുരൻ അപഹരിച്ച വേദങ്ങളെ ഭഗവാൻ ഹയഗ്രീവ രൂപം സ്വീകരിച്ച് പാതാളത്തിൽ പോയി വീണ്ടെടുത്ത് ബ്രഹ്മാവിന് തിരിച്ചു നൽകിയില്ലേ. ആ ഹയഗ്രീവമൂർത്തിക്ക് നമസ്കാരം. ഹയശീർഷനായ ഹരിയെ ഭദ്രസ്രോതസ്സുകൾ ഇപ്രകാരം വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഈ ചരിതങ്ങൾ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഭക്തൻ പാപങ്ങൾ നശിച്ച് മണിദ്വീപിലും എത്തും എന്നാണ് ഒരു. ഹരിവർഷത്തിൽ ഭഗവാന്റെ നരസിംഹമൂർത്തി രൂപത്തെ ഭക്തനും ഭാഗവതോത്തമനുമായ പ്രഹ്ലാദൻ ഭക്തന്മാരോടുകൂടി സ്തുതിക്കുകയാണ് നരസിംഹമൂർത്തിയെ. ഇതാണ് മന്ത്രം. ഏതാണ്? ഭഗവൻ നരസിംഹമൂർത്തേ വജ്രദംഷ്ട്രേ നമസ്കാരം. ഞങ്ങൾക്ക് പ്രത്യക്ഷ ദർശനം തന്നാലും കർമ്മവാസനകളെ നശിപ്പിച്ച് എൻ്റെ മനസ്സിലെ ഇരുട്ടാകുന്ന അവിദ്യയെ നശിപ്പിച്ചാലും പ്രഭോ. ഓം സ്വാഹ. ലോകത്തിന് മംഗളം ഭവിക്കട്ടെ. ഓം ക്ഷൗം ഗൃഹം ഭാര്യ പുത്രൻ തുടങ്ങിയ ക്ഷണകളിലുള്ള മമതാബന്ധം അറുത്തു തരണേ. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ക്രൂരഭാവം മാറ്റി അവർക്ക് ശമം ദമം തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാക്കി തരണേ. ഞങ്ങൾക്ക് പരമപ്രേമഭക്തി നൽകണേ എന്ന്. ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തരായവർക്ക് വിരക്തി ഉണ്ടാവുകയില്ല. ഭക്തന്മാരുമായിട്ടുള്ള സംഗമത്തിൽ നിന്ന് അവിടുത്തെ മഹിമകളെയും കീർത്തിയെയും പറ്റി കേൾക്കുമ്പോൾ ഭക്തി വർദ്ധിച്ച് നിർമ്മലമാവും. ശുദ്ധമായ മനസ്സിൽ ഭഗവാൻ പ്രകാശിക്കുകയും ചെയ്യും. പിന്നെന്ത് വേണ്ടത്? തീർത്ഥത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ദേഹശുദ്ധിയേ ഉണ്ടാകുന്നുള്ളൂ. മനസ്സിന് ശുദ്ധി വരണമെങ്കിൽ മനസ്സ് നിർമ്മലമാവണം. നിഷ്കാമഭക്തൻ ദേവന്മാർ പോലും നമസ്കരിക്കും. ഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നവന് എപ്രകാരമാണ് വൈരാഗ്യവും ആത്മജ്ഞാനവും ലഭിക്കുക? മത്സ്യത്തിന് ജീവിക്കാൻ വെള്ളം കൂടിയേ തീരും. അതുപോലെ ജീവജാലങ്ങൾക്ക് ആശ്രയം ശ്രീഹരി മാത്രമാണ്. ഭഗവത് ഭക്തി ഇല്ലാത്ത വൃദ്ധന്മാർ വയസ്സുകൊണ്ട് മാത്രമേ പ്രായമാകുന്നുള്ളൂ. പക്വതയിൽ അവർ ശിശു തന്നെയാണ്. ഒരു പക്വത ഉണ്ടാവില്ല. അതുകൊണ്ട് വിവേകിയായ മനുഷ്യൻ രാഗം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഉപേക്ഷിച്ച് നരസിംഹമൂർത്തിയുടെ പാദപത്മങ്ങളെ ധ്യാനിക്കണം. ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കേതുമാലത്തിൽ കാമദേവ സ്വരൂപനായ പ്രദ്യുമ്നനെ ലക്ഷ്മീദേവി സുന്ദരിമാരായ സഖികളോടുകൂടി ആരാധിക്കുന്നു. മന്ത്രം ഇതാണ്: ഓം ഹ്രാം ഹ്രീം ഹും ഓം. ഋഷികേശനായ ഭഗവാൻ നമസ്കാരം. ഐശ്വര്യപൂർണനും ഇന്ദ്രിയങ്ങളുടെ പ്രേരകനും സർവഗുണവിശേഷമുള്ളവനും കർമ്മേന്ദ്രങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും അധിപനായ കാമദേവ സ്വരൂപനായ നെന്തിരുവടിക്ക് നമസ്കാരം. 16 കലകളോടുകൂടിയവനും വേദസ്വരൂപനും അണുസ്വരൂപനും അമൃതസ്വരൂപനും സർവസൗന്ദര്യ സ്വരൂപനുമായ നെന്തിരുവടിക്ക് നമസ്കാരം. സാധാരണ സ്ത്രീകൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നാഥനായ അങ്ങയെ വ്രതമെടുത്ത് ഭജിക്കുന്നു. അതിനുശേഷം ഈ ഗുണങ്ങളൊന്നുമില്ലാത്ത അന്യനായ ഒരുവനെ ഭർത്താവായി ഭരിക്കുന്നു. അങ്ങനെയുള്ളവൻ ആ സ്ത്രീയെയും മക്കളെയും രക്ഷിക്കാൻ ശക്തരാണോ? അല്ലേയല്ല. അവർ പരതന്ത്രരല്ലേ? അതെ. എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കുവാനാണ് ഭർത്താവ്. അതിന് ശക്തൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥലാഭം മാത്രം ആഗ്രഹിക്കുന്നവനെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഭയം അകറ്റാൻ സാധിക്കുകയേയില്ല. നിഷ്കാമനായി അവിടുത്തെ ഭജിക്കുന്നവനെ അങ്ങ് സർവകാമനകളെയും സാധ്യമാക്കും.
സകാമനായിട്ടാണ് അങ്ങയെ ഭജിക്കുന്നതെങ്കിൽ നശ്വരമായ സുഖമേ ലഭിക്കുകയുള്ളൂ. ആത്മജ്ഞാനം ലഭിക്കണമെങ്കിൽ പിന്നെയും ഭജിക്കേണ്ടി വരും. ഹരനെയും മജനെയും സുഖം ഇച്ഛിച്ച് ഭജിക്കുന്നവർക്ക് സുഖം മാത്രം ലഭിക്കുന്നു. അങ്ങനെയുള്ളവർക്കൊന്നും ഭഗവത് പാദം പ്രാപ്യമല്ല. അതുകൊണ്ട് കാമദേവ സ്വരൂപനായ ഭഗവാനെ ഞാൻ നിരന്തരം ഭജിക്കുന്നു. അതിനാൽ അവിടുത്തെ തൃക്കൈകൾ എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ ഭഗവാനെ. അവിടുത്തെ മാറിലൊരു ചിഹ്നമായി എന്നെ ധരിക്കണേ. ഈശ്വരനായ അങ്ങയുടെ ഹിതം അറിഞ്ഞവർ ആരാണുള്ളത്? അപ്രകാരം ലക്ഷ്മി ദേവിയും മറ്റെല്ലാവരും ഇഷ്ടപ്രാപ്തിക്കായി അങ്ങയെ എപ്പോഴും വാഴ്ത്തി സ്തുതിക്കുന്നു. ഇളാവൃതത്തിന്റെ വടക്കുഭാഗത്തായി രമ്യകവർഷം അവിടെ മനു മത്സ്യമൂർത്തിയായ അങ്ങയെ ഭജിക്കുന്നു. ഈ മന്ത്രം കൊണ്ടാണ് മനു മത്സ്യമൂർത്തിയായ ഭഗവാനെ ഭജിക്കുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രേരകനായവനും സത്വഗുണപ്രധാനിയും പ്രാണസ്വരൂപനും മഹാമത്സ്യമൂർത്തിയുമായ അങ്ങേക്ക് നമസ്കാരം. അഷ്ടദിക്പാലകന്മാർക്ക് പോലും കാണാൻ കഴിയാത്തവനും ശരീരത്തിന്റെ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നവനും വേദമാകുന്ന മഹത്തായ ശബ്ദത്തോടുകൂടി സഞ്ചരിക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. ഈശ്വരനായ അങ്ങ് ഈ വിശ്വത്തെ പാവകളിക്കാരൻ എന്ന പോലെ നിയന്ത്രിക്കുന്നു. പ്രളയകാലത്ത് മത്സ്യമായി വന്ന് തോണിയായ ഭൂമിയെ തന്റെ കൊമ്പിൽ ബന്ധിച്ച് അന്ന് സത്യവ്രതനായ എന്നെയും തോണിയിൽ കയറ്റി സഞ്ചരിച്ചുവല്ലോ. സകലരുടെയും പ്രാണസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം എന്ന് സ്തുതിച്ചുകൊണ്ടാണ് ഹരിവർഷാദി വർണ്ണനം എന്ന ഈ ഭാഗം ഭഗവത് പാദങ്ങളെ സമർപ്പിക്കുന്നത്. ഇനി ബാക്കി ഭാഗം നമുക്ക് നാളെ നോക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ജഗദംബികായേതി സമർപ്പയാമി.